സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ സെക്കൻഡ് മൊഡ്യൂളിലെ റിവിഷൻ്റെ രണ്ടാം ഭാഗമാണ്. അഥവാ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 6 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്സിനോ അല്ലെങ്കിൽ 7 മാർക്ക് വരെ പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും അതുപോലെ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കെച്ച് എ 3-speed സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. ഒരു 3-speed സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് വരച്ചിട്ട് അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം വരച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് നോട്ടിൽ ഞാൻ തന്നിട്ടുള്ള ഫിഗറാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ ഇതാണ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൻ്റെ സിമ്പിളായിട്ടുള്ള ഫിഗർ. ഇത് തന്നെ 3-speed സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് തന്നെയാണ് ഞാൻ തന്നിട്ടുള്ളത്. 3-speed സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഫോർവേഡ് സ്പീഡും 1 റിവേഴ്സ് ആണ് ഇതിലുള്ളത്. 3 ഫോർവേഡ് സ്പീഡും 1 റിവേഴ്സും ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾക്കറിയാം. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സിംപ്ലസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ് ആണ്. നെക്സ്റ്റ് ഇതിൽ ക്ലച്ച് ഗിയർ എന്ന് പറയുന്നത് ക്ലച്ച് ഷാഫ്റ്റുമ്മലാണുള്ളത്. നെക്സ്റ്റ് അത് ലേ ഷാഫ്റ്റിലെ ഗിയറുമായി മെഷ്ഡ് ആണ്. ലേ ഷാഫ്റ്റിലെ അതർ ഗിയേഴ്സൊക്കെ ഫിക്സഡ് ആണ്. നെക്സ്റ്റ് മെയിൻ ഷാഫ്റ്റ് ഉണ്ട്. ആ മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സ് സ്പ്ലൈൻസിന് മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിയും. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഐഡിയൽ ഗിയർ ഉണ്ട്. ഐഡിയൽ ഗിയർ നമ്മൾ റിവേഴ്സ് പൊസിഷന് വേണ്ടിയിട്ടാണ്. അത് ലേ ഷാഫ്റ്റിലെ ഐഡിയൽ എന്താണ് റിവേഴ്സ് ഗിയറുമായി മെഷ്ഡ് ആണ്. ഇതിൻ്റെ വർക്കിംഗ് കിട്ടാൻ എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഗിയർ പൊസിഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത്രയും കൊണ്ടും 6 മാർക്കിന് അത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗിയർ കിട്ടണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗിയേഴ്സിനെ നമ്മൾ മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സിനെ നമ്മൾ നീക്കിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഗിയർ പൊസിഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ മതി. അത് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഫസ്റ്റ് ഗിയർ പൊസിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഡി എന്ന് പറഞ്ഞ മെയിൻ ഷാഫ്റ്റിലെ ഗിയറിനെ സി എന്ന് പറഞ്ഞ ലേ ഷാഫ്റ്റ് ഗിയറുമായി മെഷ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ലൈഡ് ചെയ്തിട്ട് മെഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു പവർ ക്ലച്ച് ഷാഫ്റ്റ് ഗിയറുമായി വന്നിട്ട് ഗിയർ ത്രൂ വന്നിട്ട് ലേ ഷാഫ്റ്റിലൂടെ വന്നിട്ട് നേരെ സി എന്ന് പറഞ്ഞ ഗിയറിലൂടെ ഡി എന്ന് പറഞ്ഞ ഗിയറിൽ ഔട്ട്പുട്ടായിട്ട് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഗിയർ പൊസിഷൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഗിയർ പൊസിഷനൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് തന്നെ നോട്ടിൽ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് എന്താണ് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ അത് 8 മാർക്കിന് 9 മാർക്കിന് 10 മാർക്കിനൊക്കെ 9 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ 8 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ മാത്രം ആ ഡിഫറെൻറ്റ് ഗിയർസ് പൊസിഷനൊക്കെ വരച്ചാൽ മതി. 6 മാർക്കിന് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫിഗർ വരച്ചിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അതുപോലെ വർക്കിംഗ് സിമ്പിളായിട്ട് ഈ ഒരു കുറച്ചായിട്ട് ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. ഓക്കെ. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഗിയർ പൊസിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എഫ് എന്ന് പറഞ്ഞ ഗിയറിനെ ഇ എന്ന് പറഞ്ഞ ഗിയറുമായി മെഷ് ചെയ്താൽ മതി. നെക്സ്റ്റ് തേർഡ് ഗിയർ പൊസിഷൻ കിട്ടണമെങ്കിൽ എഫ് എന്ന് പറഞ്ഞ ഗിയറിനെ തന്നെ നേരെ അതിൻ്റെ ഈ ഒരു ഡോഗ് ക്ലച്ചിനെ നമ്മൾ എ എന്ന് പറഞ്ഞ ഗിയറിൻ്റെ കൂടെയുള്ള ഡോഗ് ക്ലച്ചുമായി മെഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗിയർ അല്ലെങ്കിൽ തേർഡ് ഗിയർ കിട്ടും. നെക്സ്റ്റ് റിവേഴ്സ് ഗിയർ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ഗിയറിൻ്റെ ഡി എന്ന് പറഞ്ഞ ഗിയറിനെ തന്നെ ജി എന്ന് പറഞ്ഞ ഗിയറുമായി ഈ ഒരു ഗിയറുമായി ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്തിട്ട് മെഷ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ കിട്ടും. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഫിഗറായിട്ട് നമ്മൾ നോട്ടിൽ വരച്ചിട്ടുള്ളതാണ്. അത് നോക്കി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ച് അന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. നിങ്ങൾ ഒരു ഫിഗർ വരച്ചിട്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി കൂടുതൽ മാർക്കിന് 8 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ഗിയർ പൊസിഷൻസിനും കൂടെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദി പ്രൊസീജിയർ ഫോർ ഡബിൾ ഡി ക്ലച്ചിങ്. ഡബിൾ ഡി ക്ലച്ചിങ്ങിൻ്റെ പ്രൊസീജിയർ വൈൽ അപ്പ് ഷിഫ്റ്റിംഗ് ആൻഡ് ഡൗൺ ഷിഫ്റ്റിംഗ് ഓഫ് ഗിയേഴ്സ്. ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും അപ്പ് ചെയ്യുമ്പോഴും ഡബിൾ ഡി ക്ലച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറാണ്. അപ്പോൾ എന്താണ് ഡബിൾ ഡി ക്ലച്ചിങ് നിങ്ങൾ എല്ലാവർക്കും അറിയാം. ഇവിടെ നിങ്ങൾ പ്രൊസീജിയർ മാത്രം എഴുതിയാലും മതി. ഇവിടെ ഞാൻ പ്രൊസീജിയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ 6 മാർക്കിന്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഡബിൾ ഡി ക്ലച്ചിങ് എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒന്നുകൂടി നല്ലതാണ്. വെച്ചാൽ നിങ്ങൾ ഈ ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ
എഴുതി കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റ് പ്രൊസീജിയർ ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ അത് മാത്രം എഴുതിച്ചാലും മതി. ഓക്കെ, അപ്പോൾ കുറച്ച് പ്രൊസീജിയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഡീക്ലച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്, നമ്മൾ കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സിലെ മെയിൻ ഷാഫ്റ്റിൻ്റെയും അതുപോലെ ഡോഗ് ക്ലച്ച്, മെയിൻ ഷാഫ്റ്റിന്മേലെ ഡോഗ് ക്ലച്ചിൻ്റെയും സ്പീഡിനെ മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സ് അതുപോലെ ഷാഫ്റ്റ് ക്ലച്ച് ഷാഫ്റ്റിലേക്ക് ഗിയേഴ്സിൻ്റെ സ്പീഡുമായി ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈക്വലൈസ് ചെയ്യാൻ എന്താണ് സ്പീഡ് തുല്യമാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അഥവാ മെയിൻ ഷാഫ്റ്റ് ഗിയേഴ്സിൻ്റെയും മെയിൻ ഷാഫ്റ്റിലെ ഡോഗിൻ്റെയും സ്പീഡ് സെയിം ആയി കഴിഞ്ഞാൽ മാത്രമേ സ്മൂത്തായിട്ട് ഗിയറിനെ എൻഗേജ് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം ക്ലച്ച് ഡിസെൻഗേജും എൻഗേജും ഒക്കെ ചെയ്യണം. അതാണ് ഡബിൾ ഡി ക്ലച്ചിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? വൈൽ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഈസ് ഡിസെൻഗേജ്, ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യണം. നെക്സ്റ്റ് എന്നിട്ട് ഗിയർ എന്ത് ചെയ്യണം, ന്യൂട്രൽ പൊസിഷനിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് പിന്നെ ക്ലച്ച് എൻഗേജ് ചെയ്തതിന് ശേഷം നമ്മൾ ആക്സിലേറ്റർ പെഡൽ പ്രസ് ചെയ്തിട്ട് സ്പീഡ് ഒന്ന് ഇൻക്രീസ് ചെയ്യണം. സ്പീഡ് ഒന്ന് ഇൻക്രീസ് ചെയ്തതിന് ശേഷം അപ്പോൾ ആക്സിലേറ്റർ പെഡൽ പ്രസ് ചെയ്യുമ്പോൾ മെയിൻ ഷാഫ്റ്റിൻ്റെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെയൊക്കെ ഗിയേഴ്സ് സ്പീഡ് കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ക്ലച്ച് ഡിസെൻഗേജ് ചെയ്തിട്ട് ഏത് ഗിയറിലേക്കാണോ നമുക്ക് ഡൗൺ ചെയ്യേണ്ടത് അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ക്ലച്ച് എൻഗേജ് ചെയ്യുക. അങ്ങനെ 2 പ്രാവശ്യം എൻഗേജും ഡിസെൻഗേജും ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ഡബിൾ ഡി ക്ലച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ പ്രൊസീജിയറിൽ ഡൗൺ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ എഴുതേണ്ടത്. എന്നാൽ അപ്പ് ഷിഫ്റ്റിംഗ്, ഗിയർ ചേഞ്ചിങ് ടു ഹയർ ഗിയർ ഓർ അപ്പ് ഷിഫ്റ്റിംഗ്, ഇതിൻ്റെ നേരെ തിരിച്ച് റിവേഴ്സ് എഫക്റ്റാണ് ചെയ്യേണ്ടത്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, ഡ്രൈവർ ഹാസ് ടു വെയിറ്റ് വിത്ത് ഗിയർ ഇൻ ന്യൂട്രൽ. ആദ്യം നമ്മൾ ക്ലച്ച് അമർത്തിയിട്ട് ന്യൂട്രലിലേക്ക് ഇട്ടതിൻ്റെ ശേഷം കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. എന്തിന്, മെയിൻ ഷാഫ്റ്റിൽ ഗിയേഴ്സ് കുറയാൻ വേണ്ടിയിട്ട്. സ്പീഡ് കുറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, സ്മൂത്തായിട്ട് ഗിയർ എൻഗേജ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയർ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത 6 മാർക്കിൻ്റെ അല്ലെങ്കിൽ 7 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനായിട്ട് ചോദിക്കുന്ന അനദർ ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ എനി വൺ ടൈപ്പ് ഓഫ് ഗിയർ സെലക്ടർ മെക്കാനിസം. നമ്മൾ 2 തരത്തിലുള്ള ഗിയർ സെലക്ടർ മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന്, അങ്ങനെയാണ് സാധാരണ ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നീ ഏതെങ്കിലും സെപ്പറേറ്റ് ഓരോന്നിനെ തന്നെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് മാത്രമേ. ഇതിപ്പോൾ 2 സെലക്ടർ മെക്കാനിസം, ഒന്ന് ഗിയർ ലിവർ ഓൺ ദി ടോപ്പ് ഓഫ് ദി ട്രാൻസ്മിഷൻ കേസ്, അനദർ ടൈപ്പ് എന്ന് പറയുന്നത് ഗിയർ ലിവർ ഓൺ ദി സ്റ്റിയറിംഗ് കോളം, അല്ലേ. ഗിയർ സെലക്ടർ മെക്കാനിസം ഓൺ ദി ഗിയർ സ്റ്റിയറിംഗ് കോളാണ് 2. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്, ഇപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പാണ് സാധാരണ ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ ഇനി 1 ടൈപ്പും ചോദിച്ചാലും ഇത് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് പറയുക. അതിലെന്തൊക്കെയുണ്ട് നമുക്കറിയാം. ടോപ്പ് ഓഫ് ദി ട്രാൻസ്മിഷൻ കേസ് ആകുമ്പോൾ അവിടെ നല്ലൊരു ഗിയർ ലിവർ ഉണ്ടാകും. അതിൻ്റെ എൻഡിൽ ഒരു നോബ്, അതിൻ്റെ മുകളിൽ ഒരു നോബ് ഉണ്ടാവും. എൻഡിൽ ഒരു ബോൾ പോർഷൻ ഉണ്ടാവും. അത് നേരെ എന്താണ്, നമ്മുടെ സെലക്ടർ സ്ലീവിൻ്റെ ഇതിലേക്ക് വന്ന് നിൽക്കുന്നുണ്ടാവും. ആ സെലക്ടർ സ്ലീവ് നമ്മുടെ സെലക്ടർ ഫോർക്ക് ഗിയറിന്മേലുള്ള ഡോഗ് ടീത്തുമ്മേക്ക് എന്താണ് കണക്റ്റഡ് ആയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ സെലക്ടർ മെക്കാനിസം അത് സിങ്ക്രോമെഷ് ഡിവൈസ് ആണെങ്കിൽ സിങ്ക്രണൈസറിൻ്റെ സ്ലീവ്, അതല്ല ഡോഗ് ക്ലച്ച് ആണെങ്കിൽ അതിൻ്റെ സ്ലീവ്, ആ സ്ലീവിലേക്ക് സെലക്ടർ സ്ലീവിലേക്ക് സെലക്ടർ സ്ലീവ് അല്ലെങ്കിൽ ഡോഗ് ക്ലച്ചിൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മളെ ഫോർക്ക് വന്നിട്ട് തട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഫോർക്ക്, നമ്മൾ ഈ സെലക്ടർ സ്ലീവ് ഫോർക്കിനെ നീക്കിയിട്ടാണ് നമ്മൾ ഗിയർ എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഗിയർ പൊസിഷൻ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് ഒരു സ്പ്രിംഗ് ലോഡഡ് ബാളാണ്, ഒരു സ്പ്രിംഗ് ലോഡഡ് ബാൾ വിത്ത് ഗ്രൂവ്. അതുപോലെ ഈ സെലക്ടർ റോഡ് ഉണ്ടാവും. സെലക്ടർ റോഡിൽ 2 ഗ്രൂവ്സ് ഉണ്ടാവും. ഈ സെലക്ടർ റോഡാണ് സെലക്ടർ സ്ലീവിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന. ഈ സെലക്ടർ റോഡിൻ്റെ എൻഡിലാണ് സെലക്ടർ ഫോർക്ക് ഉള്ളത്. അപ്പോൾ ആ സെലക്ടർ റോഡിൽ ചെറിയ ഗ്രൂവ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ചെറിയ 2 ഗ്രൂവ്സ് കാണാം. അതെന്താണെന്ന് വെച്ചാൽ ആ ഗ്രൂവ്സും അതുപോലെ തന്നെ സ്പ്രിംഗ് ലോഡഡ് ബാളും ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഗിയർ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ ആ ഒരു ഫോർക്ക് ആ റോഡും അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് ആക്സിഡൻ്റായിട്ട് നീങ്ങിപ്പോവാതെ അതിൽ തന്നെയാണ് ലോഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്രിംഗ് ലോഡഡ് ബാളും അതിൻ്റെ കൂടെയുള്ള
അതിൻ്റെ ഈ റോഡിൽ ചെറിയ ഡിറ്റൻ്റ് അല്ലെങ്കിൽ കുഴി പോലെ 2 പതിവ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫിഗർ വരച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഇതിനെക്കുറിച്ചുള്ള സിമ്പിളായിട്ട് കുറച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 6 മാർക്ക് കിട്ടും. ഇനി 8 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നിങ്ങൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ വരക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എപ്പിസൈക്ലിക് ഗിയർ ബോക്സ്. എപ്പിസൈക്ലിക് ഗിയർ ബോക്സുകളെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ എന്താണ് സ്കെച്ച് വിത്ത് നീറ്റ് സ്കെച്ച്, ഫിഗർ വിത്ത് എക്സ്പ്ലനേഷൻ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ 6 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് എപ്പിസൈക്ലിക് ഗിയർ ബോക്സ്, ജസ്റ്റ് അതിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, സിമ്പിളായിട്ട് കുറച്ച് നോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫിഗറും കൂടെ വരച്ച് കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളൊരു എപ്പിസൈക്ലിക് ഗിയർ സെറ്റിൻ്റെ ഫിഗർ, അഥവാ അതിൽ സൺ ഗിയർ ഉണ്ട്, പ്ലാന്റ് ഗിയർ ഉണ്ട്, റിംഗ് ഗിയർ, അത് വെച്ചിട്ടൊരു ഫിഗർ വരക്കാം. നെക്സ്റ്റ് എന്താണ് നിങ്ങൾ ഇതിൽ പറയേണ്ടതെന്ന് വെച്ചാൽ എപ്പിസൈക്ലിക് ഓർ പ്ലാനറ്ററി ട്രാൻസ്മിഷൻ യൂസസ് നോ സ്ലൈഡിംഗ് ഡോഗ്സ്. ഇവിടെ സ്ലൈഡിംഗ് ഡോഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, പകരം ബ്രേക്ക് ബാൻഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സിസ്റ്റമാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യുന്ന ഗിയർ ബോക്സ് ആണ്. എന്താണ് ഇതിൽ 2 or 3 or 4 ഈവൻ 4 വരെ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് എപ്പിസൈക്ലിക് ഗിയർ സെറ്റുകൾ അടങ്ങിയതാണ് ഒരു എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ എപ്പിസൈക്ലിക് ഗിയർ സെറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലാനറ്ററി ഗിയർ സെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. എന്താണ് അതിൽ റിംഗ് ഗിയർ ഉണ്ടാവും, അല്ലെങ്കിൽ റിംഗ് ഗിയർ ആൾസോ കാൾഡ് ആനുലാർ ഗിയർ. നെക്സ്റ്റ് ഒരു സൺ ഗിയർ ഉണ്ടാവും, പ്ലാന്റ് ഗിയേഴ്സ് ഉണ്ടാവും വിത്ത് കാരിയർ. ആ പ്ലാന്റ് ഗിയേഴ്സ് കാരിയറിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. ഇനി ഇതിൽ ഡിഫറെൻറ്റ് ഗിയർ പൊസിഷൻസ് കിട്ടുന്നത് നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് ഗിയേഴ്സിനെ ഹെൽഡ് ചെയ്തിട്ട്, ഡിഫറെൻറ്റ് ഗിയേഴ്സിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എന്താണ് ഫിക്സ് ചെയ്തിട്ടാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്നിനെ ഫിക്സ് ചെയ്യും, ഒന്നിനെ ഇൻപുട്ട് ഒന്നിനെ ഔട്ട്പുട്ടും ആക്കിയിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ഗിയർ പൊസിഷൻസ് കിട്ടുന്നത്. അത് കിട്ടുന്നത് നമ്മൾ അങ്ങനെ ഫിക്സ് ആക്കുന്നത് അല്ലെങ്കിൽ ഓരോന്നിനെ ഹെൽഡ് ചെയ്യുന്നത് ബ്രേക്ക് ബാൻഡുകളും മൾട്ടിപ്ലേറ്റ് ക്ലച്ചസും ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഡിഫറെൻറ്റ് ഗിയർസിനെ എന്താണ് ഫിക്സ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഗിയർ പൊസിഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗിയർ റേഷ്യോസ് നമ്മൾ ഈ ഒരു ഗിയർ ബോക്സിൽ കിട്ടുന്നത്. അപ്പോൾ 6 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫിഗർ വരച്ചിട്ട് എഴുതുകയാണെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. നിങ്ങൾ ഫിഗർ വരക്കുന്നില്ല, ഫിഗർ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ നോക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യുന്ന അതൊന്നൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഡിഫറെൻറ്റ് ഗിയർ പൊസിഷൻ കിട്ടാൻ ഒന്നിനെ ഇൻപുട്ട് ആക്കുന്നു, ഒന്നിനെ ഔട്ട്പുട്ട് ആക്കുന്നു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. അതെല്ലാം ഫിഗറോട് വരക്കുകയാണെങ്കിൽ ഈ ഫിഗർ വെച്ചിട്ട് ഇത്രയും മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഓവർ ഡ്രൈവ് വിത്ത് നീറ്റ് സ്കെച്ച്. ഓവർ ഡ്രൈവിനെ കുറിച്ച് വിത്ത് നീറ്റ് സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഒരു നീറ്റ് ഫിഗർ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. 6 മാർക്ക് 7 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓവർ ഡ്രൈവിൻ്റെ ഒരു ഫിഗർ നിങ്ങൾ ആദ്യം വരയ്ക്കുക. അത് വരച്ചതിന് ശേഷം അതിൽ എന്തൊക്കെയാണുള്ളത്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിലെന്താണ് ആദ്യം ഇതെന്താണ് ഓവർ ഡ്രൈവ്, സ്റ്റെപ്പ് അപ്പ് എന്താണ് നമ്മൾ 2 മാർക്കിന് കഴിഞ്ഞത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഗിയർ റേഷ്യോനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ, അഥവാ ഇവിടെ ജസ്റ്റ് സ്പീഡ് എൻജിൻ സ്പീഡിലാണ് കൂടുതൽ സ്പീഡ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് അത് ട്രാൻസ്മിഷൻ്റെയും അതുപോലെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ഇടയിലാണ്, അഥവാ ഗിയർ ബോക്സിൻ്റെയും പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ഇടയിലാണ് കൊടുക്കൽ. ഇനി അതിലൊരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ഉണ്ടാവും, അതിലൊരു സൺ ഗിയർ ഉണ്ടാവും. സൺ ഗിയർ ആണ് ഇൻപുട്ട് ഷാഫ്റ്റിന് മേലുള്ളത്. എന്താണ് അതുപോലെ തന്നെ സ്പ്ലൈൻസിൻ്റെ മുകളിൽ കാരിയറിൻ്റെ മുകളിൽ നമ്മളെ പ്ലാന്റ് ഗിയേഴ്സും ഉണ്ടാവും, അത് ഇൻപുട്ട് ഷാഫ്റ്റിന് മേലുള്ളത്. സൺ ഗിയർ ഇൻപുട്ട് ഷാഫ്റ്റിനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പ്ലാന്റ് ഗിയേഴ്സ് അതിൻ്റെ സ്പ്ലൈൻസിലുള്ളത് അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് റിംഗ് ഗിയർ വഴിയാണ്. നെക്സ്റ്റ് എന്താണ് അതിൽ എന്താണ് ഒരു ഫ്രീ വീൽ ക്ലച്ചും കൂടെ ഇൻപുട്ട് ഷാഫ്റ്റിനുമേ സ്പ്ലൈൻസിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് കൂടെ പറയാം. ഇവിടെ സൺ ഗിയർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താണ് ഇറ്റ് ബിക്കം സ്റ്റേഷനറി. ആ സൺ ഗിയർ സ്റ്റേഷനറി ആവും, അപ്പോൾ ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ സൺ ഗിയറിനെ എന്തുമായി ലോക്ക് ചെയ്യും, കേസിങ്ങുമായി ലോക്ക് ചെയ്തു, സെപ്പറേറ്റ് കേസിങ്, അതായത് ആ ഒരു ഓവർ ഡ്രൈവിൻ്റെ കേസുമായി ലോക്ക് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓവർ ഡ്രൈവ് എൻഗേജ്ഡ് ആയിട്ടുള്ള പൊസിഷൻ, അഥവാ ഔട്ട്പുട്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്ത്, അത് ഷാഫ്റ്റിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കിട്ടും.
ഇനി നമ്മൾ സൺ ഗിയറിനെ കാരിയർ അല്ലെങ്കിൽ റിംഗ് ഗിയറുമായി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തെ കേസുമായിട്ടല്ല, അതിൽ തന്നെ പ്ലാന്റ് ഗിയർ അല്ലെങ്കിൽ റിംഗ് ഗിയറുമായി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഗിയർ, സാധാരണ ഡയറക്റ്റ് ഗിയർ, ഓവർ ഡ്രൈവ് അല്ലാത്ത കണ്ടീഷൻ കിട്ടും. ഇനി സൺ ഗിയറിനെ ഫ്രീ ആയിട്ട് കെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? ഫ്രീ വീൽ യൂണിറ്റ് വഴി നമുക്ക് ഡയറക്റ്റ് ഡ്രൈവ് അല്ലെങ്കിൽ ഓവർ ഡ്രൈവ് അല്ലാത്ത കണ്ടീഷൻ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു വർക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ബ്രീഫ്ലി അബൌട്ട് ട്രാൻസ്ഫർ ബോക്സ് വിത്ത് സ്കെച്ച്. ട്രാൻസ്ഫർ ബോക്സിന് നീറ്റ് സ്കെച്ച് ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ 6 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. 6 മാർക്കിനോ 8 മാർക്കിനോ 7 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ ഒരു ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ 6 മാർക്കിനും ഒരേ ക്വസ്റ്റ്യനിന് 6 മാർക്കിനും 7 മാർക്കിനും 8 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ എത്ര മാർക്കിനാണ് ചോദിക്കുന്നതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഫിഗർ വരച്ചതിന് ശേഷം അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അപ്പോൾ മാക്സിമം 8 മാർക്കിനൊക്കെയാണ് ചോദിക്കാം, 9 മാർക്കിനും ചോദിക്കാം, അപൂർവമുള്ളൂ ഈ 9 മാർക്ക് വരെ ചോദിക്കാം. ചിലപ്പോൾ ചില സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ 9 മാർക്ക്, സീരീസ് എക്സാമിന് 9 മാർക്കിന് ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്, നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ 9 മാർക്കിനും വരെ ചോദിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ 6 മാർക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് ട്രാൻസ്ഫർ കേസ് എന്ന് അതിനെക്കുറിച്ച് ജസ്റ്റ് 2 പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. ആൾസോ കാൾഡ് ട്രാൻസ്ഫർ ബോക്സ് എന്ന് പറഞ്ഞാൽ ആൾസോ കാൾഡ് ട്രാൻസ്ഫർ കേസ് 4 വീൽ ഡ്രൈവിലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ 2 മാർക്കിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഹൈവേസിൽ 4 വീൽ ഡ്രൈവും അതുപോലെ 2 വീൽ ഡ്രൈവും പൊസിഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ലോ ഗിയർ ഹൈ ഗിയർ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൽ എന്തൊക്കെയുണ്ട്? ഇൻപുട്ട് ഷാഫ്റ്റ് ഉണ്ട്, ഇൻപുട്ട് ഷാഫ്റ്റിന് ഗിയർ ഉണ്ട്, 2 ഗിയേഴ്സിൻ്റെ ഒരു ചെറിയ ഗിയർ, ഒരു വലിയ ഗിയറുണ്ട്. നെക്സ്റ്റ് ഐഡ്ലർ ഗിയർ ഉണ്ട്, ഔട്ട്പുട്ട് ഷാഫ്റ്റും ഒരു ഗിയർ ഉണ്ട്. ഔട്ട്പുട്ട് ഷാഫ്റ്റും 2 ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഉണ്ട്. ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ റിയർ ഔട്ട്പുട്ട് ഷാഫ്റ്റിന്മേലാണ് ഗിയർ ഉള്ളത്. പിന്നെ 2 ഷിഫ്റ്റർ മെക്കാനിസം A B 2 ഷിഫ്റ്റർ മെക്കാനിസം ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കൺസ്ട്രക്ഷൻ ജസ്റ്റ് പറയാം. ഇനി നമ്മൾ വർക്കിംഗ് പറയുന്നിടത്ത് എന്താ വെച്ചാൽ എങ്ങനെയാണ്? ഷിഫ്റ്റർ മെക്കാനിസം എ നമ്മൾ സെൻട്രലിലാകുമ്പോൾ അതിന് ഏത് ഗിയർ ഇപ്പോൾ ഈ ചിത്രത്തിലുള്ളതുപോലെ ഷിഫ്റ്റർ മെക്കാനിസം സെൻട്രൽ പൊസിഷനിലാകുമ്പോൾ ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണുള്ളത്. അഥവാ ഇപ്പോൾ ഗിയർ ഇവിടുന്ന് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാതെ ന്യൂട്രൽ പൊസിഷനിലാണുള്ളത്. ഇനി നമ്മൾ ഷിഫ്റ്റർ മെക്കാനിസം ഈ എ ഇത് നമ്മൾ ഈ ബിഗ് ഇതുമായി മെഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ ഈ ഷിഫ്റ്റർ മെക്കാനിസം ബി ഇത് ഡിസെൻഗേജ് ആയി കഴിഞ്ഞാൽ, അപ്പം നമ്മൾ ഡ്രൈവ് ഇതിൽ വന്നിട്ട് ഇതിലങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് സാധാരണ സാധാരണ ഹൈ ഗിയർ, ലോ ഗിയർ അല്ല ഹൈ ഗിയർ, അഥവാ സെപ്പറേറ്റ് ഹൈ ഗിയർ നമ്മൾ കൊടുക്കുന്ന ആ ഗിയർ അല്ലാതെ സാധാരണ ഹൈ ഗിയർ പ്ലസ് അതുപോലെ 2 വീൽ ഡ്രൈവ് കിട്ടും. അപ്പോൾ 2 വീൽ ഡ്രൈവ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു ഷിഫ്റ്റർ മെക്കാനിസത്തിന് ഇതുമായി മെഷ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഡിസെൻഗേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഡ്രൈവ് റിയറിലേക്ക് മാത്രം പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 2 വീൽ ഡ്രൈവ് വിത്ത് ഹൈ ഗിയർ കിട്ടും. എന്നാൽ നമ്മൾ ഈ ഷിഫ്റ്റർ മെക്കാനിസത്തെ നേരെ തിരിച്ച് ഇങ്ങോട്ട് ഇട്ടതിന് ശേഷം ഈ ഒരു ഷിഫ്റ്റർ മെക്കാനിസം ബീനെ നമ്മൾ ഇതുമായി എൻഗേജ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ട് നേരെ ഈ ഒരു 2 ഫ്രണ്ടിലേക്കും റിയറിലേക്കും വീൽസിലേക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 4 വീൽ ഡ്രൈവ് കിട്ടും. അതുപോലെ തന്നെ ലോ ഗിയർ കിട്ടും. സാധാരണ ഫസ്റ്റ് ഗിയറിൽ കൂടുതൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ലോ ഗിയർ അഥവാ കൂടുതൽ ടോർക്ക് നമുക്ക് കിട്ടുന്ന ലോ ഗിയർ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 4 വീൽ ഡ്രൈവും കൂടെ കിട്ടും എന്നിട്ട് നീക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൺസ്ട്രക്ഷൻ വർക്കിംഗ് ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് എക്സാമിന് നിങ്ങൾ 6 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ കുറച്ച് കൂടുതലാണ്. ഇതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ 6 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഫിഗർ വെച്ച് കുറച്ചുകൂടെ ഒക്കെ ചുരുക്കുക. ഇത് മാക്സിമം ബെസ്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ ഇത്ര എഴുതാം. ഇനി 7 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇത്ര എഴുതിയാൽ മതി.
8 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ 2 ഫിഗർ കൂടെ ഉള്ള ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ 2 എന്താണ് 2 വീൽ ഡ്രൈവ് 4 വീൽ ഡ്രൈവിൻ്റെ ഒക്കെ ഫിഗറും കൂടെ, അല്ലെങ്കിൽ 9 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതുകൂടെ വരക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് 9 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡിസ്കസ് ബ്രീഫ്ലി അബൌട്ട് ടോർക്ക് കൺവേർട്ടർ വിത്ത് നീറ്റ് സ്കെച്ച്. ടോർക്ക് കൺവേർട്ടറിൻ്റെ വിത്ത് നീറ്റ് സ്കെച്ച് വെച്ച് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുക. ബ്രീഫായിട്ട് എന്ന് പറഞ്ഞാൽ 6 മാർക്കിന് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വളരെ ഡീപ്പായിട്ടൊന്നും ഡിസ്കസ് ചെയ്യേണ്ട. സിമ്പിളായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഫിഗർ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, വരച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യുക, കുറച്ച് ഷോർട്ടായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇതിൽ ഇമ്പലർ ഉണ്ടാവും, ടർബൈൻ ഉണ്ടാവും, സ്റ്റേറ്റർ ഉണ്ടാവും. ഇമ്പലർ നമ്മൾ എൻജിനുമായി കണക്റ്റഡ് ആണ്. ടർബൈൻ നമ്മൾ ഗിയർ ബോക്സിലേക്ക് പോകുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ മെമ്പറാണ്, അതിന് ടോർക്ക് മൾട്ടിപ്ലിക്കേഷന് സഹായിക്കുന്നതാണ്. അപ്പോൾ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ 1 വേ ക്ലച്ച്, ഓവർ റണ്ണിങ് ക്ലച്ചൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പലറിന് കർവ്ഡ് ബ്ലേഡ്സ് ഉണ്ടാവും, ഇമ്പലറും ടർബൈനൊക്കെ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വർക്കിംഗ് പറയാം. ഇതിൻ്റെ വർക്കിംഗ് സെയിം ആസ് ഫ്ലൂയിഡ് ഫ്ലൈ വീലിൻ്റെ വർക്കിംഗ് പോലെ തന്നെയാണ്. ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് ടർബൈനിലേക്ക് ബ്ലേഡിലേക്ക് എന്താണ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ടർബൈൻ ബ്ലേഡ്സിലേക്ക് ചെന്ന് ഇമ്പിൻ ചെയ്തിട്ട് ടർബൈനും കൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾ പറയേണ്ടത്. പക്ഷേ ഇതിന് ഫ്ലൂയിഡ് ഫ്ലൈ വീലിന് വ്യത്യാസം എന്താണ്, ഇവിടെ ഹൈ ടോർക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്റ്റാറ്റർ അഥവാ ലോ എൻജിൻ സ്പീഡിലെ കേസിൽ നമ്മൾ ഇമ്പലറിൽ നിന്നുള്ള ഫ്ലൂയിഡ് ടർബൈൻ ബ്ലേഡ്സിലേക്ക് തട്ടി തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാറ്റർ ബ്ലേഡ്സിലൂടെ അത് എന്ത് ചെയ്യും, ഡയറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇമ്പലറിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ ആക്കും. അപ്പോൾ വളരെ ഹൈ ഫോഴ്സിൽ വീണ്ടും അത് ടർബൈൻസിലേക്ക് തട്ടും. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് കേസിൽ ലോ സ്പീഡിലെ കേസിൽ എന്താണ് സ്റ്റാറ്ററിൻ്റെ സഹായത്തോടെ ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ നടക്കും. ഇനി വൺസ് ഇത് നോർമൽ എൻജിൻ റണ്ണിങ് സ്പീഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അഥവാ ക്ലച്ച് ഫുള്ളി എൻഗേജ്ഡ് പൊസിഷൻ അഥവാ ഇമ്പലറിൻ്റെ ടർബൈൻ്റെ സ്പീഡ് ഏകദേശം ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ ആ സ്റ്റാറ്റർ ബ്ലേഡ്സിൻ്റെ തിരിച്ച് ടർബൈനിൽ നിന്ന് വരുന്ന ലിക്വിഡ് ഫ്ലൂയിഡ് എന്താണ് സ്റ്റാറ്ററിൻ്റെ ആ ഒരു ഉള്ളിൽ പാസ് ചെയ്യാതെ സ്റ്റാറ്ററിൻ്റെ ബ്ലേഡ്സിൽ തട്ടി സ്റ്റാറ്ററും അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 3 ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് ക്ലച്ച് ഒറ്റ യൂണിറ്റായിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അതാണ് ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഇനി ഇതുപോലെ കാണാൻ പഠിച്ച് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്ത് നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് തന്നെ നിങ്ങളുടെ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഫിഗർ വിത്ത് എക്സ്പ്ലനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. നെക്സ്റ്റ് ഡിസ്കസ് ദി അഡ്വാൻറ്റേജസ് ഓഫ് CVT. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 6 മാർക്കിൻ്റെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. CVTൻ്റെ അഡ്വാൻറ്റേജസ്. ഇതുപോലെ CVT ആണെങ്കിൽ 6 മാർക്കിന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് CVTൻ്റെ സിമ്പിൾ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അത് കൂടുതൽ 6 മാർക്ക് ചോദിക്കാറ് CVTൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. CVT ഒരു 7 മാർക്ക് 8 മാർക്കിനൊക്കെയും ചോദിക്കാറുള്ളത്. അതുകൊണ്ടാണ് അഡ്വാൻറ്റേജസ് ഓഫ് CVT ആണ് 6 മാർക്കിന് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ CVTൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ്, പ്രൊവൈഡ് കോൺസ്റ്റൻറ്റ് സ്റ്റെപ്പ്ലെസ് ആക്സലറേഷൻ വിത്ത് സ്മൂത്ത് റൈഡ്. അതാണ് ഫസ്റ്റ്. ഇത് മറ്റു ഗിയർ ബോക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് സ്റ്റെപ്പ്ലെസ്, മറ്റേതൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആക്സലറേഷൻ. നമ്മൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുള്ള ആക്സലറേഷൻ കിട്ടുള്ളൂ. എന്നാൽ ഇത് നമ്മൾ ജസ്റ്റ് ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ്ലെസ് ആക്സലറേഷൻ ആണ്. കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റെപ്പ്ലെസ് ആയിട്ട് ആക്സലറേഷൻ കിട്ടും. മാത്രമല്ല ഇവിടെ ഷിഫ്റ്റിംഗ് ഷോക്കും ഉണ്ടാവില്ല, സ്മൂത്ത് റൈഡും കിട്ടും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ അത് മാത്രമല്ല നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കീപ് ദ കാർ ഇൻ ഒപ്റ്റിമം പവർ റേഞ്ച് ആൾ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ മറ്റു എന്താണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വ്യത്യസ്തമായിട്ട് ഇതിന് ഫ്യൂൽ കൺസംഷൻ കുറവായിരിക്കും. നെക്സ്റ്റ് ഫ്യൂൽ എഫിഷ്യൻറ്റ് ദാൻ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ. ടോർക്ക് കൺവേർട്ടറിലുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേറെ കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണിത്. നെക്സ്റ്റ് റെസ്പോൺസ് ബെറ്റർ ടു ചേഞ്ചിങ് കണ്ടീഷൻ. ഗിയർ ഹണ്ടിങ് ഒഴിവാകും. ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ ഗിയർ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാലും അവിടെ പ്രശ്നം, നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം ഉണ്ടാവില്ല.
സ്പീഡ് കൂടിക്കഴിഞ്ഞാലും അത് ഗിയർ ചേഞ്ച് ചെയ്യാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാകും. കാരണം എന്താണ്, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സ്മൂത്തായിട്ടില്ല, ഗിയർ ഹണ്ടിങ്ങും നടക്കില്ല. അതുപോലെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും ചേഞ്ചിങ് കണ്ടീഷൻ. കാരണം സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ആ വേരിയബിൾ ജോമെട്രിക് പുള്ളീസിൻ്റെ സൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ്, ലെസ് എമിഷൻ ഡ്യൂ ടു ബെറ്റർ എൻജിൻ കൺട്രോൾ അണ്ടർ ആർ കണ്ടീഷൻ. എപ്പോഴും നല്ല എൻജിൻ കൺട്രോൾ, കാരണം ഡിഫറെൻറ്റ് സ്പീഡിലും ഓരോ ഇൻഫിനിറ്റ് പോയിന്റിലും ഗിയർ റേഷ്യോ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാതെയുള്ള ഒരു റണ്ണിങ് ഉണ്ടാവില്ല ഒരിക്കലും. അപ്പോൾ എന്താണ്, അതുകൊണ്ട് തന്നെ വളരെ എന്താണ് എൻജിൻ ഗുഡ് എൻജിൻ കൺട്രോൾ കിട്ടും. അതുകൊണ്ട് തന്നെ എമിഷൻ പൊല്യൂഷൻ എന്തായിരിക്കും, കുറവായിരിക്കും, എമിഷൻ കുറവായിരിക്കും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നിങ്ങൾക്കറിയാം. എന്താണ്, ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടോർക്ക് ഹാൻഡ്ലിങ് കപ്പാസിറ്റി കുറവാണ്. അത് എന്താണ്, അതിൻ്റെ ബെൽറ്റ് അല്ലെങ്കിൽ ചെയിനിനെ എന്താണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അത് ഇതിൽ എഴുതണമെന്നില്ല, അത് ഡിസഡ്വാൻറ്റേജ്. ബാക്കിയുള്ള അഡ്വാൻറ്റേജസ് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മൾ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പരമാവധി എല്ലാതും നോക്കിയിട്ട് അത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കുറച്ചും കൂടി നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായ രീതിയിൽ നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാലും മതി. പക്ഷെ ഉള്ളത് കറക്റ്റായിരിക്കണം. എന്താണ്, ആ എല്ലാ പോയിൻറ്റ്സ് ഉൾക്കൊണ്ടിട്ടായിരിക്കണം. മാത്രമല്ല ഫിഗർ വിത്ത് എക്സ്പ്ലനേഷൻ, ആ ഒരു രീതിയിലാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. ഓക്കെ.